കുമ്പനാട് കിഴക്കേ വെള്ളിക്കരയിൽ ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാത്ത ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 2 മാസമായി ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ്. അത് വാട്ടർ അതോറിറ്റിയും KSEBിയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മൂലം ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയിലാണ് 24 ഇടപെട്ടത്. ആ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ പ്രദേശങ്ങളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞ 2 മാസമായി വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വലിയ തരത്തിൽ ഇനിയിപ്പോൾ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ ഈ വീട്ടിൽ അമ്മ ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വെള്ളം ഇന്ന് കിട്ടുകയിൽ ഞങ്ങൾക്ക് എന്താ പറയേണ്ടെന്നറിയത്തില്ലാത്ത സന്തോഷമാണുള്ളത്. നമ്മുടെ വാർത്ത ഇന്നലെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ വെള്ളം വന്നു. ഭയങ്കര സന്തോഷമാണ് മുതലേ. എല്ലാവർക്കും സന്തോഷമാണ്. ഞങ്ങളിവിടെ വന്നപ്പം തന്നെ കാണാം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ വാർഡ് ഈ പ്രദേശമൊക്കെ കണ്ടല്ലോ. അതെ 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 വന്നപ്പോൾ ഒരു കാഴ്ചയും കണ്ടു. വരുന്ന വഴിയൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പലയിടങ്ങളായിട്ട് തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ വന്നപ്പോൾ ബക്കറ്റും കുടവും വാട്ടർ ടാങ്കും എല്ലാം കാലിയായിരുന്നു. ഇന്നിപ്പോൾ വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ചെറിയ കാര്യമല്ല. അതെ 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 സന്തോഷമുണ്ട് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായതിൽ. 1 മാസമായിട്ട് അനുഭവിക്കുന്നതാണ് വെള്ളത്തിൻ്റെ പ്രശ്നം. ഇപ്പം ന്യൂസിൽ വന്നുകൊണ്ട് ഒരു എഫക്റ്റായി. ഇപ്പം വളരെയധികം പെട്ടെന്ന് നമുക്ക് 1 മാസമായിട്ട് കണക്കാത്ത കാര്യം ഒരു ദിവസം കൊണ്ട് കിടന്നു. അപ്പോൾ നമ്മൾ ഈ പൊതുജനം കഴുതയല്ല സാർ ഇന്നലെ കൃത്യമായിട്ട് അധികൃതർ മുമ്പിലേക്ക് എത്തിച്ചൊരു വിഷയമാണ്. അതിനകത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ രാത്രി തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്മാർട്ട് മീറ്റർ മാറ്റി സ്ഥാപിച്ചു. അതുകൊണ്ട് ഇന്നു മുതൽ ഇനിയിപ്പോൾ മുമ്പോട്ടും ഈ വെള്ളം മുടങ്ങാതെ കിട്ടുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ അങ്ങനെ ഒരു വാർത്ത കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം നാട്ടുകാർക്കുണ്ടായിരിക്കുകയാണ്. ആശ്വാസം മാത്രമല്ല, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവരിരുന്നും ബുദ്ധിമുട്ടിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ നമുക്കതറിയാം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. എന്നാൽ ഇന്ന് അവരുടെ ആ സന്തോഷം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് നിങ്ങൾക്കാണ്. ഞങ്ങളോടൊപ്പം വന്ന് സഹകരിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച, അതുപോലെ തന്നെ നല്ലൊരു ടെലികാസ്റ്റ് നടത്തി ഇത്രത്തോളം വൻ വിജയമാക്കി തീർത്ത 24നോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും വാർഡ് മെമ്പറായ റിനി സൂസൻ അറിയിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഇവർ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇവിടെ വെള്ളം കിട്ടാതിരുന്ന ഒരു നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ഒരു അഭിമാനം 24നുമുണ്ട്. എന്തായാലും കിഴക്കേ വെള്ളിക്കരയിൽ നിന്ന് ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ.